35 രാജ്യങ്ങളിൽ നിന്നുള്ള 700ഓളം പ്രസാധകരാണ് മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സംഗമിച്ചത്. ഒമാൻ്റെ സാംസ്കാരികോത്സവം കൂടിയായി മാറിയ ആ മേളയിലേക്ക് കടന്നുചെല്ലാം. 35 രാജ്യങ്ങളിൽ നിന്നായി 674 പ്രസാധക സ്ഥാപനങ്ങൾ, പാനൽ ചർച്ചകൾ, സാംസ്കാരിക പ്രദർശനങ്ങൾ, മേഖലയിലും പുറത്തുമുള്ള പുസ്തക പ്രേമികൾ, എഴുത്തുകാർ, അക്കാദമിക് വിദഗ്ധർ, അങ്ങനെ ഒമാൻ കൺവെൻഷൻ സെൻറ്റർ അക്ഷരാർത്ഥത്തിൽ അക്ഷരോത്സവത്തിൽ മുഴുകിയ 10 ദിവസം. പുസ്തകങ്ങളെയും വായനയെയും ഏറെ ഇഷ്ടപ്പെടുന്നവർ കൂടിയാണ് ഒമാനികൾ. അവർ മേള ഏറ്റെടുത്തു. സ്കൂളുകളും കോളേജുകളിലെയും വിദ്യാർത്ഥികളെ കൊണ്ട് മേളയുടെ നഗരി നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഈ വർഷം മേളയുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ശീർഷകങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും എണ്ണം 6,81,000 കവിഞ്ഞിരുന്നുവെന്നാണ് സംഘാടകർ പറയുന്നത്. 10 ദിവസം നീണ്ടുന്ന മഹോത്സവത്തിൽ സാംസ്കാരിക പരിപാടികളും നിരവധി പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. അറബിക്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി തുടങ്ങി വിവിധങ്ങളായ ഭാഷയിൽ അറിവുകളുടെ പുത്തൻ ലോകമാണ് മേളയിലൂടെ വായനക്കാരിലേക്ക് എത്തിയത്. പുസ്തകമേളയിൽ മലയാളി സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമായി. അൽബാജ് ബുക്സും DC ബുക്സും മലയാള പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. ആരാച്ചാരും ബഷീറിൻ്റെ പുസ്തകങ്ങളും പുതിയ കാല മലയാളം എഴുത്തുകാരുടെ കൃതികളും ചോദിച്ച് മലയാളികളും മേളയിലേക്ക് ഒഴുകിയെത്തി. ഫെയർ അമേസിംഗ് ആണ്. ഞാൻ ആക്ച്വലി ഈ ബുക്ക് ഫെയർ കഴിഞ്ഞ വർഷം കണ്ടിട്ട് പിന്നെ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ കാണാൻ പോയി അങ്ങോട്ട്. അപ്പോൾ എനിക്ക് തോന്നി അതിനേക്കാൾ എത്രയോ ഓർഗനൈസ്ഡ് ആണ് ഇവിടെ. മേ ബി അവിടെ ന്യൂ ആയതുകൊണ്ടായിരിക്കാം ഇവിടെയാണ് ഞാൻ കംഫർട്ടബിൾ ആയത്. ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ രീതികളും കളക്ഷനും എല്ലാം ഞാൻ മിക്കവാറും എല്ലാ വർഷം കാണാൻ വരാറുണ്ട്. 25 വർഷമായി ഇവിടെ ഒമാനിൽ. അപ്പോൾ ബുക്ക് എക്സിബിഷൻ ഒന്നും ഞാൻ മിസ് ചെയ്യാറില്ല. പിന്നെ കുട്ടികൾ വളരുന്ന പ്രായത്താണെങ്കിൽ അവർക്കുള്ള പുസ്തകങ്ങളാണ് അധികം വാങ്ങിക്കാറുള്ളത്. ഇപ്പോൾ ഒമാനെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ വർഷം തിരഞ്ഞുകൊണ്ട് നടക്കുന്നത്. പൊതുവേ വളരെ നല്ല രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുള്ളത്. നല്ല രീതിയിൽ പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട്. സെയിൽസ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മലയാളം പുസ്തകങ്ങൾക്ക് വളരെ കൂടുതൽ ആവശ്യക്കാരുണ്ട്. KR മീര അതുപോലുള്ള പ്രമുഖ എഴുത്തുകാരുടെ ബുക്കുകളാണ് ഇപ്പം ഈ സമയത്ത് നന്നായിട്ട് പോകുന്നത്. ചില കസ്റ്റമേഴ്സ് പ്രത്യേകിച്ച് ചില ഓതേഴ്സിൻ്റെ തന്നെ ചോദിച്ചിട്ട് നമ്മളോട് വരുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട്. കേവലമായ പുസ്തക പ്രദർശനം എന്നതിലുപരി ഒമാൻ്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന സാംസ്കാരികോത്സവം എന്ന നിലയിലാണ് ഇത്തവണയും മേളയുടെ ക്രമീകരണമുണ്ടായത്. നഗരിയുടെ കവാടത്തിലൊരുക്കിയ ഫോട്ടോ പെയിൻറ്റിംഗ് പ്രദർശനം മേള കാണാനെത്തുന്നവർക്ക് കൗതുകം നിറക്കുന്നതായിരുന്നു. സ്കൂളുകൾ, കോളേജുകൾ, മറ്റു സ്ഥാപനങ്ങൾ, സംഘടനകൾ, കൂട്ടായ്മകൾ എന്നിങ്ങനെ വലുതും ചെറുതുമായ നിരവധി സംഘങ്ങളാണ് മേളയുടെ സാംസ്കാരിക ആവാസവ്യൂഹത്തിൽ അക്ഷരങ്ങളോട് സല്ലപിച്ച് ചുറ്റിത്തിരിഞ്ഞത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ പുസ്തകമേളയായ ഷാർജ പുസ്തകമേളയുടെ രക്ഷാധികാരിയും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ സാന്നിധ്യത്തിലാണ് മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 29ാം പതിപ്പിന് തിരിതെളിഞ്ഞത്. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് സെയ്ദ് ഡോക്ടർ ഫഹദ് ബിൻ അൽ ജുലാന്ദ അൽ സയീദും പങ്കെടുത്തിരുന്നു. വടക്കൻ ഷർഖിയായിരുന്നു ഈ വർഷത്തെ അതിഥി ഗവർണറേറ്റ്. വടക്കൻ ഷർഖിയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ അടയാളങ്ങൾ, ശാസ്ത്രീയവും മാനുഷികവുമായ നേട്ടങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ആധുനിക ജീവിതത്തിൻ്റെ ഘടകങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടുന്ന സാംസ്കാരിക പരിപാടികളും മേളയിലുണ്ടായിരുന്നു.